നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഈ മാസം മെയ് 4 തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഇന്ത്യ മുന്നണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. DMK കഴിഞ്ഞ കുറേയേറെ കാലമായി കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. ആ DMK കോൺഗ്രസുമായി സഖ്യം ഉപേക്ഷിക്കുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആവശ്യമുണ്ട്. ബംഗാളിൽ ചതിവ് പറ്റി. ഇനി കോൺഗ്രസിനെ ഒപ്പം കൂട്ടി മാത്രമേ തെരഞ്ഞെടുപ്പിൽ നേരിടുകയുള്ളൂ. ബംഗാളിലെ ലോക്സഭാ സീറ്റിൽ പോലും വീതം വെപ്പ് കൃത്യമായി ഉണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേടിയ 29 ലോക്സഭാ സീറ്റുകൾ നിലനിർത്തണമെങ്കിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടായാലേ പറ്റൂ. എന്നാലേ കൃത്യമായ ഏകീകരണം വോട്ടടിസ്ഥാനത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ സ്പ്ലിറ്റ് ആകും. വർഗീയ വോട്ടുകൾ ഏകീകരിച്ചാൽ BJPക്ക് വീണ്ടും ജയിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കലാണ് എന്ന തിരിച്ചറിവ് മമതാ ബാനർജിക്ക് ഉണ്ടാകുന്നു. മമതാ ബാനർജി പ്രതിപക്ഷ പാർട്ടികളോടെല്ലാം യാചിക്കുകയാണ് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന്. എന്നാൽ മമതാ ബാനർജി കാരണം തകരേണ്ടി വന്ന ഇടതു പാർട്ടികൾ ഒരു കാരണവശാലും അവർ മമതയോടൊപ്പമോ അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പമോ നിൽക്കാൻ താല്പര്യപ്പെടില്ല. അവർ വർഗീയവാദികളുടെ കൂടിയായിരുന്നാലും വേണ്ടില്ല തങ്ങളുടെ ചിരകാല എതിരാളിയായ മമതയെ കൃത്യമായി ഒതുക്കുക എന്ന ആവശ്യവുമായി മുന്നോട്ട് പോകും. അതുതന്നെയാണ് CPIMന്റെ ഏറ്റവും വലിയ പരാജയം. ഏതായാലും കോൺഗ്രസിനെ മനസ്സിലാക്കുന്ന രീതിയിൽ അവസരോചിതമായി പെരുമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും താമസിച്ചാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയ മമതയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. എന്നാൽ മമത ആലോചിക്കുന്നത് മറ്റൊരു ശൈലിയാണ്. തൃണമൂൽ കോൺഗ്രസിലേക്ക് വീണ്ടും ലയിപ്പിക്കണമോ എന്ന ചർച്ച വരെ ഇവിടെ പുനരാലോചിക്കുകയാണ്. കാരണം ബംഗാളിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് ബംഗാളിൽ സാധാരണഗതിയിൽ പ്രതിപക്ഷത്ത് വരുന്ന പാർട്ടികൾ അധികം വാഴുന്നില്ല എന്നുള്ളതാണ്. 34 കൊല്ലം ഇടതു ഭരണം കൃത്യമായി നടന്നിട്ട് പ്രതിപക്ഷത്തെത്തിയപ്പോൾ പിന്നീട് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 40, 26, പിന്നെ 0. ഇപ്പോഴാണ് ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞത്. അതും ഇടതുപക്ഷത്തിൻ്റെ മേന്മയായിട്ട് കരുതാൻ കഴിയില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യ മുന്നണി എന്ന സംവിധാനം പൊളിച്ചു മാറ്റപ്പെടേണ്ട സ്ഥിതി. കൂടുതൽ സഖ്യകക്ഷികൾ ആത്മാർത്ഥമായി കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിക്കുകയാണെങ്കിൽ അവരെ എല്ലാവിധത്തിലും തുല്യ പങ്കാളിത്തത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന പല പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒറ്റക്കെട്ടായി കൊണ്ടുപോകുക എന്ന ലക്ഷ്യബോധത്തോടെ നീങ്ങുകയാണ്. 2027 തുടക്കത്തിലാണ് ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും മണിപ്പൂരിലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഗോവയിലും ആ സമയത്ത് തന്നെയാണ്. 2027 അവസാന പാദത്തിലാണ് ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അടിതെറ്റിയേക്കാവുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ സഖ്യകക്ഷികളായി പെരുമാറാൻ താല്പര്യപ്പെടുന്നവർ ഒപ്പം നിർത്താൻ വേണ്ടി ഇപ്പോഴേ അണിയറയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അത് വ്യാപൃതമാക്കാൻ വേണ്ടിയുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ബോധ്യം.